എവിടെയാണോ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു ഞാൻ കേർട്ടൻസ് ചേഞ്ച് ചെയ്തിരുന്നു. കേർട്ടൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ദിവാലി വൈബ്സ് അനുസരിച്ചുള്ള കേർട്ടായിരുന്നു, റെഡും ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി അക്വാ ബ്ലൂ കളറിലെ കർട്ടനാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് കുഷൻ കവേഴ്സൊക്കെ മാറ്റാണ്, കാരണം കുഷൻ കവേഴ്സ് ദിവാലി ആയതുകൊണ്ട് ഓറഞ്ചും പിങ്കും റെഡും അങ്ങനെ പല കളേഴ്സിലായിരുന്നു കുഷൻ കവേഴ്സ്. ദിവാലി അങ്ങനെയാണല്ലോ, ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ലൈറ്റ് അങ്ങനെയാണല്ലോ നമ്മൾ കരുതുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല സാധനങ്ങളും എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഓരോരോ സ്ഥലത്ത് ഞാൻ തൂക്കിയിട്ടിരുന്നു. അതേപോലെ ഈ ബ്രാസ് ഐറ്റംസ് കണ്ടിട്ടുണ്ടോ, ഡെക്കോറിൻ്റെ കയ്യിലുള്ളത് കണ്ടില്ലേ, അതിൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ നമ്മൾ ശരിക്കും അറേഞ്ച് ചെയ്ത്. ഞാൻ പ്രാവശ്യം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അത് അങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ എടുത്തിരുന്നു. അപ്പം ഞാൻ പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവാലിക്ക് മാത്രമാണ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കുക. എന്നിട്ട് ഇതൊക്കെ വൃത്തിയായിട്ട് നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തു വെക്കുകയും ചെയ്യും കാർഡ്ബോർഡിൽ. എന്നിട്ട് അടുത്ത ദിവാലിക്കാണ് അതെടുക്കുക. അപ്പോൾ ഓരോ ദിവാലിക്കും ഓരോന്ന് മേടിക്കും. ലൈക്ക് ഒരു ദിവാലിക്കാണ് ഞാനിങ്ങനെ തൂക്കിയിടുന്ന ആ ഒരു അത് മേടിച്ച് ബ്രാസായിട്ടും. അടുത്ത ദിവാലിക്ക് ഞാൻ സാമ്പ്രാണി കത്തിക്കുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ദിവാലിക്കും ഓരോന്ന് മേടിക്കും. അപ്പോൾ ആ ഓൾറെഡി ഉള്ള സാധനങ്ങൾ ഇങ്ങനെ വൃത്തിയായി വെക്കും. നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും വൺ ടൈം യൂസായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ താങ്ങൂല, ബഡ്ജറ്റൊക്കെ ഇളകിപ്പോവും. അപ്പോൾ കാശും നഷ്ടമാവേണ്ട, നമ്മുടെ ആഗ്രഹവും സാധിക്കണം, ആ രീതിയിലാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാം മേടിക്കുന്നതനുസരിച്ച് അതൊക്കെ വൃത്തിയായി വെക്കുന്നതും ഒരു വലിയ പണിയാണ്, വലിയ ടാസ്ക്കാണ്. അപ്പോൾ ആ ദിവാലിയായിട്ട് എടുത്ത സാധനങ്ങളൊക്കെ കുഷൻ കവറും കേർട്ടൻസും എല്ലാം ഞാൻ തിരുമ്പി ഉണക്കി നന്നായി എടുത്തു വയ്ക്കും. എന്നിട്ട് ആ ദിവാലി വരുമ്പോൾ ഞാൻ അയൺ ചെയ്ത് ഒക്കെ അത് ഇടും ചെയ്യും. ആക്ച്വലി ദിവാലിക്ക് നമ്മൾ ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് ഉപയോഗിക്കുക, പക്ഷേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഈസ് റീസണബിൾ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ദിവാലിയിൽ. എന്നിട്ട് ഇതിങ്ങനെ എടുത്തു വയ്ക്കുക, അത് കാലങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു വയ്ക്കണം ഈ ചാക്കിൽ, അടുത്ത ദിവാലിക്ക് ഉപയോഗിക്കും. ഇതാണ് ഞാൻ സാമ്പ്രാണി കത്തിക്കുന്ന ആ ബ്രാസിൻ്റെ ഹോൾഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ ഏതോ ഒരു ദിവാലിക്ക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ് എല്ലാം. ഈവൻ ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും അതൊക്കെ ഒരു ദിവാലിക്ക് വരുമ്പോൾ എടുക്കും, പിന്നെ അത് എടുത്തു വയ്ക്കും. സെയിം ഗോസ് വിത്ത് ക്രിസ്മസ്, ഓണം, എല്ലാത്തിലും ഞാൻ അങ്ങനെയാണ്. കുറച്ച് സാധനം ഇല്ലെങ്കിലും അത് ആ ഫെസ്റ്റിവൽ ടൈമിൽ മാത്രമേ എടുക്കുള്ളൂ, പിന്നെ അത് എടുത്തു വയ്ക്കും. അപ്പോൾ നോർമൽ ടൈമിൽ എപ്പോഴും സെറ്റിൽ ഡൗൺ ആവട്ടോ ലിവിങ് റൂമൊക്കെ, കാരണം എനിക്ക് ഒരുപാട് അങ്ങോട്ട് ജക്കുമൊക്കെ ഇഷ്ടമല്ല. പിന്നെ എല്ലാ ദിവസവും ഇത്രയും ആർഭാടമായിട്ട് റൂമൊക്കെ ഡെക്കോർ ചെയ്താൽ പിന്നെ ഫെസ്റ്റിവൽ വരുമ്പോൾ എന്താ ഒരു ഡിഫറൻസ്. അപ്പോൾ നോർമൽ ഡേയ്സ് ഞാൻ എപ്പോഴും സെറ്റിൽ ഡൗൺ ആയിട്ട് പൊതുവെ എൻ്റെ ഡെക്കോർ ഉണ്ടാവുക. ഫെസ്റ്റിവൽസ് വരുമ്പോൾ അതിൻ്റെ വൈബ് വരണമല്ലോ. പിന്നെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ദിയയാണ് കേട്ടോ. ദിയ എല്ലാം ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ എനിക്ക് കഴുകിയിട്ട് വേണം അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഞാൻ നോർമലി ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ചാക്കും കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ആണ് കേട്ടോ എടുത്ത് വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് മേടിക്കണം. അത് എടുത്ത് വെക്കുമ്പോൾ ഒരു കുറച്ചും കൂടി നല്ലതാണ്. സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് സിസ്റ്റമാറ്റിക്കായി എടുത്ത് വെക്കാം. അപ്പോൾ ഇപ്രാവശ്യം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എപ്പോഴാണോ സൂപ്പർ മാർക്കറ്റ് പോകണം അപ്പോൾ സ്റ്റോറേജ് കണ്ടെയ്നർ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എടുത്തു വെക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ എല്ലാം സെക്കൻഡ് റൂമിൻ്റെ സോഫ ബെഡിലാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണമെങ്കിൽ സ്റ്റോറേജ് കണ്ടെയ്നർ വരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ലിവിങ് റൂം നമ്മുടെ നന്നായിട്ടൊന്ന് നമ്മൾ വൃത്തിയാക്കി എടുത്തു. ആൻഡ് ഇതാണ് ഇപ്പോഴത്തെ ലിവിങ് റൂമിൻ്റെ ഷെയ്ഡ് കേട്ടോ, എക്വാ ബ്ലൂ. സിമ്പിൾ ബട്ട് വെരി പീസ്ഫുൾ എനിക്ക് തോന്നാറില്ല കേട്ടോ. ആൻഡ് ഇങ്ങനെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും മേടിക്കണം, അത് നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചാൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലും നമ്മൾ 2000 രൂപ ചിലവാക്കണോണ്ട് തെറ്റില്ല. പക്ഷെ അതേപോലെ അതൊക്കെ നന്നായി വൃത്തിയിൽ സ്റ്റോർ ചെയ്തും കൂടി വെച്ചാൽ നമ്മൾ എത്രയോ നമ്മുടെ കാശ് സേവ് ചെയ്യണം. ആഗ്രഹങ്ങൾ സാധിക്കാതെ ജീവിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. എന്നാലാണല്ലോ ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ്, ഒരു ഫീലിംഗ് ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരാളാട്ടോ, എനിക്ക് ചെറിയ ആഗ്രഹങ്ങളുണ്ടാവും, ഞാൻ സാധിക്കാറുണ്ട്, ബട്ട് ടൈം എടുത്തിട്ടാണ്. ആൻഡ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യില്ല. ആൻഡ് മേടിച്ച സാധനങ്ങൾ അതേപോലെ സൂക്ഷിച്ച് വെക്കാനും നോക്കാറുണ്ട്, കാരണം അടുത്ത പ്രാവശ്യം അതിൽ കാശ് ചിലവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ചെറിയ ഹോം മേക്കിംഗ് ടിപ്സ് എനിക്ക് തോന്നുന്ന എല്ലാ വീട്ടമ്മമാരുടെ കയ്യിലും ഉണ്ടാവും. എല്ലാവരും അവരവരുടെ രീതിയിലാവും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഞാനൊക്കെ ഗ്രാജ്വലി പഠിച്ച സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടോ എന്നിട്ട് ഡൈനിങ് ടേബിളിലാണ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ആ സോഫ ബെഡിൽ വെച്ചിട്ടുണ്ട്, ദിവാലി റിലേറ്റഡ് സാധനങ്ങൾ. എന്നിട്ട് ഇനി അടുത്ത മാസം സ്റ്റോറേജ് കണ്ടെയ്നർ മേടിക്കുമല്ലോ, അപ്പോൾ എന്നിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് മീതയ്ക്ക് കയറ്റണം. മീതെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ വെക്കാറ്, അപ്പോൾ അവിടേക്ക് കയറ്റണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൈനിങ് ടേബിളും ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ സിംപിളി അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ദിവസം ഇതൊക്കെയായിരുന്നു പരിപാടി കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ വെൻ ഐ ഷൂട്ടഡ് ദിസ് വീഡിയോ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു സാധനം പൊട്ടി വീണിരുന്നു ബാൽക്കണിയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ റിപ്പയർ വർക്കിന് ഇവർ വന്നിരിക്കുകയായിരുന്നു. ഇവർ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കയറി വരികയാണ് ചെയ്തത്. ആരും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ഈ പ്ലാൻസ് ഒന്നും ഞാൻ അവിടെ നിന്ന് മാറ്റിയിരുന്നില്ല. പിന്നെ എനിക്ക് അപ്പം തന്നെ പോവും വേണമായിരുന്നു. ഇവർ വന്ന് 10 മണിക്കാണ് ഇവർ വന്നത്. ഈവൻ സാറ്റർഡേ ആയിട്ടാണ് തോന്നുന്നു വന്നത്. അപ്പോൾ വർക്കിങ്ങും അല്ല, അപ്പോൾ നീക്കാൻ തന്നെ ലേറ്റായി. ഞാൻ നീറ്റ് കുറച്ച് ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും ഇവരെ കണ്ടു. അപ്പോൾ ഇവർ ഇങ്ങനെ വെച്ചാൽ ഇവരെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കിട്ടൂല. അപ്പോൾ ഓണർ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു പ്ലീസ് ഒന്ന് മാനേജ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മളും ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അൻവിയുടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ പോകണമായിരുന്നു. ഞാൻ 1 മണിയായിട്ടാണ് തിരിച്ചെത്തിയത്. 1 മണിക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും ഇവരെ പണി കഴിഞ്ഞ് ഇവർ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് തുടങ്ങിയത്. ആക്ച്വലി ഇവർ വരുന്നുണ്ടായിരുന്നു, നമുക്ക് അറിയണ്ടായിരുന്നെങ്കിൽ പ്ലാൻസ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. എന്തായാലും സാരില്ല, അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇത് മൊത്തം വീട് വൃത്തിയാക്കേണ്ടി വന്നു. അപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ അടുത്ത പാർട്ടും ഫുൾ വീട് വൃത്തിയാക്കേണ്ട വീഡിയോ ആണ്. ഈ വീട് ഫുൾ ഞാൻ വൃത്തിയാക്കേണ്ടി വന്നു. കാരണം 2 ബാൽക്കണിയിലും പണിയുണ്ടായിരുന്നു. പ്ലാൻസിലൊക്കെ സിമെൻ്റ് ആയിരുന്നു. റൂമുകളുടെ ഉള്ളിൽ നടന്ന് എല്ലാവിടെയും സിമെൻറ്റും ഉണ്ടായിരുന്നു, കാലിൻ്റെ പാടും ഉണ്ടായിരുന്നു. അപ്പോൾ വീട് വൃത്തിയാക്കാത്ത ഒരു ഓപ്ഷനും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ഈ ബാൽക്കണിയാണ് കേട്ടോ വൃത്തിയാക്കിയെടുത്തത്. എല്ലാ പ്ലാന്റ്സിലും ആദ്യം നന്നായി ഒന്ന് വെള്ളം ഒക്കെ ഇട്ട് കുളിപ്പിച്ചെടുത്തു. എന്നിട്ട് ബാൽക്കണി വൃത്തിയാക്കി. പൊതുവേ ബാൽക്കണിയിൽ വെള്ളം ഇടുന്നത് അലൗഡ് അല്ല, പക്ഷേ ഇങ്ങനെ ഒരു റിപ്പയർ വർക്ക് ഉണ്ടായതുകൊണ്ട് ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ അത് ഓൾറെഡി പെർമിഷൻ എടുത്ത് കഴിഞ്ഞിരുന്നതാണ്, അതുകൊണ്ട് സോ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു ആ ഒരു അവസരത്തിൽ എൻ്റെ പ്ലാന്റൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ച് നന്നായി എല്ലാത്തിനെയും ഒന്ന് കുളിപ്പിച്ചെടുത്തു. എന്നിട്ട് ബാൽക്കണി ക്ലീനിങ് തുടങ്ങിട്ടോ. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആദ്യം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എവിടെ നിന്നാണ് തുടങ്ങണ്ടേന്ന്. ഉണ്ടാവുമല്ലോ മൊത്തം വീട് വൃത്തികേടായിരിക്കുമ്പോൾ എവിടെ നിന്നാണ് മാഷെ തുടങ്ങണ്ടേന്നൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. എനിക്ക് അതുതന്നെയായിരുന്നു, എവിടെ നിന്നാണ് തുടങ്ങണ്ടേന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു 1 ഏരിയ അറ്റ് എ ടൈം. ആദ്യം ബാൽക്കണി ചെയ്യാം, അത് ഫുൾ വൃത്തിയിൽ ചെയ്യാം, പ്ലാന്റ്സും എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോ ഏരിയ ആയിട്ട് പിടിക്കാം. ഒരുപാട് പാനിക്കായിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ ബാൽക്കണി അങ്ങോട്ട് വൃത്തിയായിട്ടോ. കുറേ നേരം എടുത്തു. ഓൾമോസ്റ്റ് ഈ വീട് മൊത്തം വൃത്തിയാക്കാൻ എനിക്കൊരു 3 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാൽക്കണി ഒന്ന് വൃത്തിയായി. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്താണ് പണി നടന്നത് കണ്ടു. ഇങ്ങനൊരു പ്ലാസ്റ്റർ ചെയ്തു. അതൊരു ചെറിയ പോർഷനെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്തൊരു വൃത്തികേടാക്കിയത് വീട് മൊത്തം എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, പണി കഴിഞ്ഞല്ലോ എന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ആ ഒരു പണി കാരണം കൊണ്ട് എൻ്റെ ബാൽക്കണി മൊത്തം ഒന്ന് വൃത്തിയായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണിത്. അപ്പോൾ ഇതിന് ആദ്യം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അടിച്ചു വാരാതെ പറ്റില്ല, കാരണം എല്ലാവിടെയും പൊടിയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കട്ടെ കേട്ടോ. അടിച്ചുവാരി കഴിഞ്ഞിട്ട് ഞാൻ ഒരു മോപ്പ് വെച്ച് തുടയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഈ മോപ്പില്ലേ, ഇതിലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട് അടിയിൽ. അപ്പോൾ ഇതൊരു സൂപ്പർ മോപ്പാണ് കേട്ടോ. എല്ലാ ഡസ്റ്റും ഡേർട്ടും അത് ആ മൈക്രോ ഫൈബർ ക്ലോത്തിൽ അത് പിടിച്ചെടുക്കും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ മോപ്പ് 2-3 വട്ടം വീണുകൊണ്ട് ഇതിൻ്റെ ഹെഡ് ഉണ്ടല്ലോ അതിങ്ങനെ പൊട്ടി വീഴും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ജെയ്ക്ക് അത് ഫിറ്റ് തരും. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഉപയോഗിക്കും. ഞാൻ പൊതുവേ അതുകൊണ്ട് ഈ മോപ്പ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് ഒരുപാട് പണിയുണ്ട്. ഞാൻ എന്താ പറയുക, ഇരുന്ന് തുടച്ച് കഴിഞ്ഞാൽ എൻ്റെ മുട്ടിൻ്റെ പണി അങ്ങോട്ട് ഒരുങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു ഈ മോപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ഇതിൽ ഇങ്ങനെ വെച്ചാൽ നന്നായി വൃത്തിയായിട്ട് തുടയ്ക്കും. ബട്ട് വൺസ് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ടൈം തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോപ്പിൻ്റെ ആ ഫൈബർ ക്ലോത്ത് ഉണ്ടല്ലോ, ക്ലോത്തിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക.
എന്നിട്ട് ആ റൂമിൽ വീണ്ടും കൂടി ഒന്ന് തുടയ്ക്കാം. ആ റൂം തുടയ്ക്കണമെങ്കിൽ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഡസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 ടൈംസ് ഒരു റൂം തുടച്ചിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ തുടച്ചെടുക്കും, കാരണം എല്ലാ ഡസ്റ്റും ഡോട്ടും അത് പിടിച്ചെടുക്കും ആ മൈക്രോ ഫൈബർ ക്ലോത്തിൽ. എന്നിട്ട് നന്നായി അതിനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വീണ്ടും ആ റൂം തുടയ്ക്കും. അപ്പോൾ ഫുൾ പക്ക ക്ലീനായി എന്നൊരു ഫീലിംഗ് അതൊരു ഫീലിംഗാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഓരോ റൂമിന് വരുമ്പോൾ ഞാൻ ഓരോ റൂം കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ മടക്കാൻ തുണികളുണ്ടായിരുന്നു, അതൊക്കെ മടക്കി സാധനങ്ങളൊക്കെ സൈഡിലാക്കി വെച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ദിവാലി ഐറ്റംസ്, അതൊക്കെ ഞാൻ ഇപ്പോൾ അവിടെ വെച്ചിരിക്കണേ, അതിനി എടുത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടോ എന്തൊരു വൃത്തിയായിട്ട് അത് ആ റൂം തുടച്ചിരിക്കണ ആ മോപ്പ്, ഇറ്റ്സ് ലൈക്ക് എ മസ്റ്റ് ബൈറ്റോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്, റിമൈനിങ് പാർട്ട് ക്ലീനിങ്ങിൻ്റെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.